ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ട്രെയിൻ മിസ്സായി. അതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വേറെ ട്രെയിനിൽ കയറി, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി. അപ്പോൾ എന്നോട് അവൻ പറഞ്ഞു, റിപ്പിൾസ് പറഞ്ഞു, എടി ലൈവിൽ വരുമ്പോൾ നീ ഓൺലൈൻ വരുമ്പോൾ പറയണേന്ന് പറഞ്ഞു. നമ്മൾ ശരി ഓക്കെ ഇടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് വിഷമത്തിലാടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഇടാ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ലൈവ് കട്ടായിപ്പോയില്ലേ, ലൈവ് എത്ര നോക്കിയിട്ട് കൊടുക്കാൻ വരുന്നില്ല. അപ്പം ഞാൻ ഇത് കത്തിച്ച് റിപ്പിൾസിനെ കത്തിച്ച് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ട്രെയിനിലെ വിശേഷം, അത് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ട്, കാരണം നമ്മളായിട്ടൊരു ആർക്കൊരു ബുദ്ധിമുട്ട് വരണ്ട. അതിലെ കോമഡികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അത് പറയാട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ ഈ ട്രെയിൻ എപ്പോൾ എത്തൂടാന്ന് പറഞ്ഞു. ആ പണ്ടാരക്കാലൻ എൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ, അവസാനം അവൻ്റെ സങ്കടം മാറ്റാൻ വന്നേ എന്നെ അവൻ കരയിപ്പിച്ചു. എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു അവസാനം ഞാൻ കരഞ്ഞു ഒരു വയ്യട പണ്ടാരക്കാല ദുഷ്ട കാലമാട. പിന്നെ ഓക്കെ, എന്നിട്ട് എന്നെ എവിടെ കൊണ്ടിറക്കിയെന്നറിയും നിങ്ങൾക്ക്, തിരുപ്പൂർ. അവൻ അവിടെ നിന്ന് ഓൺലൈൻ എന്തോ നോക്കിയിട്ട് ട്രെയിനിൻ്റെ ആപ്പ് നോക്കിയിട്ട് പറയുന്നത്, എനിക്ക് പണ്ടാര നെറ്റ് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല, സ്റ്റക്കായി കളിക്കുന്നത് നോക്കിയിട്ട് എന്നോട് അറിയില്ലേ, തിരുപ്പൂരത്തെയും പറയില്ല ഇറങ്ങും കോയമ്പത്തൂരൊന്നും. ഞാൻ വലിയ കാര്യത്തിൽ വെച്ച് പിടിക്കുകയാണ്. എവിടെ തിരുപ്പൂർ ഇറങ്ങി, ബാഗ് കൊണ്ടിറങ്ങിപ്പോണ്ട് അതിനകത്തൊരു ചേട്ടനുണ്ടായിരുന്നേ. ആ ചേട്ടൻ്റെ കഥയൊക്കെ പറയാട്ടോ, അടിപൊളിയാണ് ആ ചേട്ടൻ്റെ കാര്യം കേട്ടാൽ. അപ്പോൾ കയറിയപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇവിടെ അല്ല, കയറ്, ഇതല്ല സ്റ്റേഷൻ, ഇത് തിരുപ്പൂരാണ് എന്ന് പറഞ്ഞു. ഞാൻ കയറിയിട്ട് കുറേ തെറിയുടെ പട്ടി തെണ്ടി, നീ എന്നെ തിരുപ്പൂർ ഇറക്കി വിട്ടാടാ. അവൻ്റെ ഇറലേ പോയി, അപ്പോഴേക്ക് 6 o'clock ആയി. അതുവരെയും ഉറക്കില്ല ഞാൻ. അവൻ്റെ സമാധാനം, അവൻ്റെ ടെൻഷൻ അതോടുകൂടി മാറി, അത് വേറെ കാര്യം. അത് കഴിഞ്ഞപ്പോൾ പൂര ചീത്ത പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് അടുത്ത ട്രെയിൻ പറഞ്ഞു. ഞാനെന്തോ അവനെ നീ നോക്കാൻ ഏൽപ്പിച്ച മാതിരിയാണ് എൻ്റെ ഡയലോഗ് കേട്ടോ. പിന്നെ ദേഷ്യം എനിക്ക്, മര്യാദയ്ക്ക് പറഞ്ഞോ. എനിക്ക് പിന്നെ വെപ്രാളം വരെ വെച്ചായി. ഇപ്പം നോക്കിയിട്ട് പറഞ്ഞു 7 something കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ ഉണ്ട്, 7:50 തോന്നുന്നുണ്ട്, ഇനി ഇറങ്ങും. അപ്പം ഞാൻ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞു നീ എന്നെ തിരുപ്പൂർ ഇറക്കി വിട്ട പോലെയല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങില്ല, ജന്മം ചെന്നാൽ ഞാൻ ഇറങ്ങില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒടുവിൽ എനിക്കിത് കാണിച്ചു തന്നു. പിന്നെ ഞാൻ എൻ്റെ മൊബൈൽ ഒരുവിധം നോക്കി PNR ആണെന്ന് പറഞ്ഞു. PNR നോക്കി സാധനം ശരിയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ കാണിക്കുന്നുണ്ട്. 6 മണിക്കും ഉണ്ട് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ട്രെയിൻ ഉണ്ട്. ഇതും ഉണ്ട് 7:50 അവിടെ നിന്ന് നേരെ വരാം ആ ട്രെയിനിൽ. നമ്മൾ കോയമ്പത്തൂർ ഏത് ട്രെയിൻ ഇറങ്ങിയാലും കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് താഴെ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് ലെഫ്റ്റ്. ഞാൻ ആ വീഡിയോ കണ്ടില്ല, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ. നമ്മൾ കോയമ്പത്തൂർ എന്ന് ഇറങ്ങിയാൽ